Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. 10ാം ക്ലാസ്സിലെ പ്രധാന വിഷയങ്ങളിലൊന്നായ ഫിസിക്സ് അഥവാ ഊർജ്ജതന്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന പോയിന്റ് രൂപത്തിലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പ്രമുഖ പത്രത്തിലെ വിദ്യാപ്രഭാതം എന്ന പംക്തിയിലെ കരീം യൂസുഫ് തിരുവട്ടൂർ എന്ന മാഷിൻ്റെ ക്ലാസ്സുകളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് വേഗം കടക്കാം. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം ഏത് രൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും ആ ഉപകരണത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം. ഉപകരണങ്ങളിലെ ഊർജ്ജമാറ്റം. ഇലക്ട്രിക് ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് അവൻ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. വൈദ്യുത താപന ഉപകരണങ്ങളും ഹീറ്റിംഗ് കോയിലുകളും. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. ഇവയിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ. ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ് ഒരു ഹീറ്റിംഗ് കോയിലിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണം. ബൾബുകൾ. ഇൻകാൻഡസെന്റ് ലാമ്പ് ഡസ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെന്റ് അടങ്ങിയ ഇവ ദീർഘനേരം ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള ടങ്സ്റ്റണിൻ്റെ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് ലാമ്പ് താഴ്ന്ന മർദ്ദത്തിൽ അനുയോജ്യമായ വാതകം നിറച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബും ഇവയുടെ രണ്ടറ്റങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഓരോ ഇലക്ട്രോഡുമാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ അടിസ്ഥാന ഘടകം. ഇലക്ട്രോഡുകളിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് അനുസൃതമായി ഗ്ലാസ് ട്യൂബിലെ വാതകവും തൽഫലമായി ആറ്റങ്ങളും അയോണീകരിക്കപ്പെടും. ഇങ്ങനെ അയോണീകരിക്കപ്പെടുന്നതിനിടയിൽ അയോണീകരിക്കപ്പെടാത്ത ആറ്റങ്ങളുമായി ഇവ സംഘട്ടനത്തിലേർപ്പെടുകയും അയോണീകരിക്കപ്പെടാത്ത ആറ്റങ്ങൾ ഉയർന്ന ഊർജ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇവ പൂർവ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആഗിരണം ചെയ്ത ഊർജം പ്രകാശരൂപത്തിൽ പുറന്തള്ളുന്നതാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ വെളിച്ചം. ഫ്ലൂറസെന്റ് ലാമ്പ് ഒരു ഗ്ലാസ് ട്യൂബിനകത്തായി സ്ഥിതി ചെയ്യുന്ന തോറിയം ഓക്സൈഡ് ലേപനം ചെയ്ത രണ്ട് ഹീറ്റിംഗ് കോയിലുകളാണ് ഫ്ലൂറസെന്റ് ബൾബിൻ്റെ അടിസ്ഥാന ഘടകം. വൈദ്യുത പ്രവാഹത്താൽ കോയിൽ ചുട്ടുപഴുക്കുകയും തൽഫലമായി ഇലക്ട്രോൺ പുറന്തള്ളുകയും ചെയ്താണ് ഫ്ലൂറസെന്റ് ലാമ്പിൽ പ്രകാശം ഉണ്ടാകുന്നത്. സോളാർ ബൾബുകൾ സൂര്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയാണ് സോളാർ ബൾബുകൾ പ്രവർത്തിക്കുന്നത്. ഫോട്ടോ വോൾട്ടോയിക് ഇഫക്റ്റ് ഉപയോഗിച്ചാണ് സോളാർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. ആർക്ക് ലാമ്പ് വായു ശൂന്യമാക്കിയ ഒരു ഗ്ലാസ് ട്യൂബിൽ നിശ്ചിത അകലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന കാർബണിൻ്റെയോ പ്ലാറ്റിനത്തിൻ്റെയോ ദണ്ഡുകളാണ് ആർക്ക് ലാമ്പുകളിൽ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. ലേസർ ബൾബ് LED ബൾബിനെ പോലെ സർവ്വവ്യാപിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലേസർ ബൾബുകൾ. വൈദ്യുത കാന്തിക വികിരണങ്ങളെ ഉത്തേജിപ്പിച്ച് ശക്തി വർദ്ധിപ്പിച്ചാണ് ഇത്തരം ബൾബുകളിൽ പ്രകാശമുണ്ടാകുന്നത്. മൈക്രോവേവ് വിളക്ക് മൈക്രോവേവ് തരംഗങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രകാശം സൃഷ്ടിക്കുകയാണിവ. സൾഫർ വിളക്ക് ഇത്തരത്തിലുള്ളവയാണ്. ഇതിൽ നമ്മൾ വിട്ടുപോയൊരു ചെറിയൊരു ഭാഗമുണ്ട്. ശ്രേണി രീതിയും സമാന്തര രീതിയും.
ശ്രേണി രീതിയും സമാന്തര രീതിയും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസ് ഒരു പട്ടിക രൂപത്തിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ശ്രേണി രീതിയാണ് ആദ്യം ഞാൻ വായിക്കാൻ പോകുന്നത്. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുന്നു, സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കുറയുന്നു. ശ്രേണി രീതിയിൽ വ്യത്യസ്തമായ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുന്നു, എന്നാൽ സമാന്തര രീതിയിൽ തുല്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ശ്രേണി രീതിയിൽ പ്രതിരോധകത്തെ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രണ വിധേയമാക്കാനാകില്ല, എന്നാൽ സമാന്തര രീതിയിൽ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ശ്രേണി രീതിയിൽ പ്രവഹിക്കുന്ന കറന്റ് തുല്യമാണ്, എന്നാൽ സമാന്തര രീതിയിൽ പ്രവഹിക്കുന്ന കറന്റ് ഏറെ വ്യത്യസ്തമാണ്. ഇനി നമ്മൾ വോൾട്ടേജ്, വാട്ട്, പ്രതിരോധം എന്നിവയെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനായി പോകുന്നത്. ആദ്യമേ തന്നെ വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. കറൻറ്റും പ്രതിരോധവും കൂടി ചേർന്നതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കറൻറ്റിനെ ആംപിയർ കൊണ്ടും പ്രതിരോധത്തെ ഓം എന്ന യൂണിറ്റ് കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. വാട്ട്, ഊർജ പ്രവാഹത്തിൻ്റെ ശക്തി അളക്കാനുള്ള അന്താരാഷ്ട്ര ഏകകമാണ് വാട്ട്. ഒരു സെക്കൻഡിൽ പ്രവഹിക്കുന്ന ഒരു ജൂൾ ഊർജ രൂപമാണ് വാട്ട്. വൈദ്യുത ഉപകരണങ്ങളുടെ ശേഷി നിശ്ചയിക്കാനും വാട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു മണിക്കൂറിൽ ഒരു വാട്ട് ശക്തിയിലൊഴുകുന്ന 3600 ജൂളിന് തുല്യമായ ഊർജത്തെ വാട്ട് അവർ എന്ന് വിളിക്കുന്നു. പ്രതിരോധം, ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെ അവ സഞ്ചരിക്കുന്ന ചാലകങ്ങൾ പ്രതിരോധിക്കുന്നതാണ് വൈദ്യുത പ്രതിരോധം. ഇവ വ്യത്യസ്ത ചാലകങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ചാലകത്തിൻ്റെ നീളവും പ്രതിരോധവും തമ്മിൽ ബന്ധമുണ്ട്. ചാലകത്തിൻ്റെ ഛേദതല വിസ്തീർണം കൂടുന്തോറും പ്രതിരോധം കുറയുന്നു. ശുദ്ധലോഹങ്ങളിൽ ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹം വെള്ളിയാണ്. പ്രതിരോധം കൂടിയാൽ കറന്റ് കുറയും. കറന്റും വോൾട്ടതയും ചേർന്നാണ് പ്രതിരോധം കണ്ടെത്താനാകുന്നത്. സുരക്ഷാ ഫ്യൂസ്, ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന അമിത വൈദ്യുത പ്രവാഹത്തിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്നവയാണ് സുരക്ഷാ ഫ്യൂസ്. ടിന്നും ലെഡും ചേർന്ന സങ്കരലോഹം കൊണ്ടാണ് സുരക്ഷാ ഫ്യൂസിലെ വയർ നിർമ്മിക്കുന്നത്. വൈദ്യുത സർക്യൂട്ടിൽ കറന്റ് കൂടുമ്പോൾ വയർ ഉരുകിയാണ് വൈദ്യുത പ്രവാഹം ഛേദിക്കപ്പെടുന്നത്. ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് ശ്രേണി രീതിയിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത്. LED ബൾബുകളും ഭാഗങ്ങളും. ബേസ് യൂണിറ്റ്, ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. ബേസ് പ്ലേറ്റ്, ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ഭാഗം. ഹീറ്റ് സിങ്ക്, ബേസ് യൂണിറ്റിനോട് ചേർന്ന് താപം ആഗിരണം ചെയ്യുന്ന സംവിധാനം. പവർ സപ്ലൈ ബോർഡ്, AC-യെ DC-യേക്ക് മാറ്റി ആവശ്യമായ വോൾട്ടത നൽകുന്നു. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അഥവാ ചിപ്പ് ബോർഡ് LED-കൾ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഡിഫ്യൂസർ കപ്പ്, പ്രകാശം പുറത്തേക്ക് വരുന്ന ഭാഗം. ഇവയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജതന്ത്രം അഥവാ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.